മുമ്പേ അവളെ വീട്ടിൽ നിന്ന് ഇറക്കാൻ നോക്കി, എന്നിട്ട് പക്ഷെ ആകെ കൊളായി. നമ്മളെ ഷാഫില്ലേ, ചേടാ അതേമാതിരി തന്നെ വേറെ ഈ ഇറക്കലും കൊളാക്കലും തന്നെ ഉള്ളോ? നമ്മളെ ഷാഫില്ലേ, പുള്ളി പറഞ്ഞിട്ട് പോയതാണ്. പക്ഷെ മൂപ്പര നേരത്തെ ആകെ അടിച്ച് പൂസായിട്ട് ആകെ അലമ്പായി. എടാ അവനൊക്കെ ഫുൾ ടൈം ജലജീവി എന്ന് അവനെ വിളിക്കണേ. പക്ഷെ എന്താ ചെയ്യാ, ആരും വേണ്ട. ഒരു കാര്യം ചെയ്യാം. ഇപ്പൊ നമ്മുടെ ക്രിസ്മസ് അല്ലേ വരുന്നേ, ആ ക്രിസ്മസ് വരുന്ന സമയത്ത് നമുക്കങ്ങ് വേഷം കെട്ടുക. ഞാനത് പറയാ വരും. എന്തിന്? അല്ല ക്രിസ്മസിന്റെ എന്താ ക്രിസ്മസിന്റെ അന്ന് എന്താ പറ, കരോളൊക്കെ കെട്ടിട്ട് കെട്ടിട്ട് അല്ല ആഘോഷിക്കാലോ. ആഘോഷിച്ചോ. അല്ല അല്ല നമുക്ക് അവളെ. എടാ ഞാനത് പറയുമ്പോ വേറൊരു ഐഡിയ ആണ്. ഇത് ഞാൻ കുറെ നടത്തി ശീലമുള്ളതാണ്. നിങ്ങളെ മാതിരി ചെറിയ കുട്ടികൾ ഇങ്ങനെ എടുത്തി ആടുന്ന മാതിരി അല്ല, മനസ്സിലായ? നിങ്ങൾ ചോദിച്ചാൽ മനസ്സിലാവും. അപ്പൊ ഈ ക്രിസ്മസിന്റെ ഇതൊക്കെ കെട്ടുക, വേഷങ്ങളൊക്കെ കെട്ടുക. ഒരു കുറച്ച് 2-3 ആൾക്കാർ വേണം. എന്നിട്ട് ആദ്യത്തെ വീട്ടിൽ അവിടെ കയറരുത്, ഒരു 2 വീട് മുന്നപ്പുറത്ത് കയറുക. എന്നിട്ട് ഒരു 3-ാമത്തെ വീടൊക്കെ ആയിട്ടാണ് ഈ വീട്ടിൽ കയറാൻ പാടുള്ളൂ. അല്ലെങ്കിൽ സംശയം തോന്നും. പിന്നെ ആ പെൺകൊച്ചിനോട് നീ വിളിച്ചു പറയണം. പറഞ്ഞിട്ട് ആ പെൺകൊച്ചു അതേമാതിരി ഒരു വേഷം കിട്ടി നിങ്ങളുടെ കൂടെ ഇറങ്ങിച്ച് പോവുക. സുഖാണ്. പിന്നെ നീ ഇപ്പോ ഞാൻ വരാം, നിന്റെ ഒപ്പം ഞാനും ഉണ്ടാവും. ഓക്കെ, ഞാൻ ശരിയാക്കി തരാം കേട്ടാ. അപ്പൊ കാര്യം പറയാ, ആ കൊച്ചിനോട് പറയാ ഇങ്ങനെ തന്നെ ക്രിസ്മസ് ദിവസം രാത്രി 10 മണിക്ക് വരും പറയാ. പപ്പാഞ്ഞി വേഷം കെട്ടിക്കോട്ടെ, നമ്മളും വേഷം കെട്ടിയിട്ട് പോണു. നമ്മൾ ആ കൊച്ചിനെ അങ്ങ് കടത്തിയിട്ട് ഇങ്ങനെ പോയിരുന്നു. ഓക്കെ, ക്രിസ്മസ് ഒക്കെ ആണല്ലോ. അപ്പൊ ഞാൻ നേരത്തെ ഷാഫിയുടെ മാതിരി കുട്ടിയൊരു പേടി പിടിക്കണ്ട. നമ്മുടെ ആ പരിപാടി അങ്ങ് കഴിയുന്നു, അതിന്റെ പിറ്റേ ദിവസം ഞാൻ ചെയ്യും. ഓക്കെ ഓക്കെ, അന്വേഷണമൊക്കെ ഒന്ന് പറഞ്ഞേക്കണം. മക്കളെ